2019 ഏറ്റവും വലിയൊരു പരീക്ഷണത്തിനാണ് നിങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. എന്താണെന്നല്ലേ, ഞാനൊരു മീൻകറി ഉണ്ടാക്കാൻ പോവാണ്. വലിയ സംഭവമൊന്നുമല്ല, പറഞ്ഞു കേട്ടതൊക്കെ വെച്ചിട്ട് ഒന്ന് ചെയ്തു നോക്കാന്ന് വിചാരിച്ചു. ശരിയാവുമെന്ന് അറിയത്തില്ല. അപ്പോൾ തുടങ്ങാല്ലേ. അപ്പൊ അതിനായിട്ട് ഞാൻ എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇഞ്ചി, ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു തന്നെ, കീറിയിട്ടിരിക്കുന്ന പച്ചമുളക്, ഇത് കുടംപുളിയാണ്. അല്പസമയം വെള്ളത്തിൽ ഇട്ടിട്ട് അത് കുതിർത്ത് ചെറുതായിട്ട് അരിഞ്ഞ കുടംപുളിയാണ്. ഇതും മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഉലുവ. ഇതെല്ലായിട്ടൊന്ന് വരട്ടി എടുത്തേക്കുന്നതാണ്. അതൊന്ന് ചൂടാക്കി പച്ചമണം കളഞ്ഞ് ഒന്ന് ചൂടാക്കി എടുത്തേക്കുന്ന പൊടിയാണ്. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ആക്കി എടുക്കുന്ന പൊടിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ, ഒരു 1/2 കപ്പ് തേങ്ങ, ഒരു 4-5 ചെറുള്ളി, 2 വെളുത്തുള്ളി. ഇത് പേസ്റ്റ് ആക്കാൻ, തേങ്ങ അരച്ച് പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ്. അന്ന് തുടങ്ങാല്ലേ. ഞാൻ കിളിമീനാണ് ഇന്ന് എടുക്കുന്നത്. കിളിമീനിന്റെ ഇംഗ്ലീഷ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. സെർച്ച് ചെയ്തിട്ട് പിന്നെ പറഞ്ഞുതരാം. കമന്റ് ബോക്സിൽ ചോദിച്ചാൽ പറഞ്ഞുതരാം. അപ്പോൾ അല്പം കിളിമീൻ എടുക്കണം. അപ്പോൾ കിളിമീൻ എടുത്ത ശേഷം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുമില്ല, സിമ്പിളാണ്. നമ്മൾ വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പൊടി, കുറച്ച് കരിവേപ്പില, ആദ്യം കുറച്ച് കരിവേപ്പില, പിന്നെ പുളി. ഞാൻ വെള്ളത്തിൽ ഇട്ടുള്ള പുളിയില്ലേ, ആ പുളി എല്ലാം കൂടെ ഒരുമിച്ച് കൊടുക്കാം. ഈ പാത്രം കല്ലായിരുന്നു. ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഒരവസ്ഥ പറ്റി, മഞ്ഞപ്പൊടി ഇട്ടില്ല. ആദ്യമായ കാരണമല്ലേ, അപ്പോൾ ഇനി അതിലിടാൻ മതി. അപ്പോൾ മഞ്ഞപ്പൊടി കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കി വയ്ക്കുക. ഇങ്ങനെ ആയ ശേഷം ഒരു കുറച്ച് നേരം നമ്മൾ വയ്ക്കണം. ഒരു 10 മിനിറ്റ് നമ്മൾ ഇങ്ങനെ തന്നെ വയ്ക്കുക, ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട്. നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞ പോലെ കുറച്ച് തേങ്ങ, ഒരു 1/2 കപ്പ് തേങ്ങ, ചെറുള്ളി, വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുകളിൽ കുറച്ച് മഞ്ഞപ്പൊടികൾ ഇടണം. അപ്പോൾ അത് അരച്ചെടുക്കുമ്പോൾ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടികൾ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. ആ പുളി ഇട്ട് വെച്ചിരുന്ന വെള്ളയില്ലേ, അത് നമുക്ക് ഉപയോഗിക്കാൻ അതിന് വേണ്ടിയിട്ട്. വേസ്റ്റ് ആക്കണ്ട. അപ്പോൾ തേങ്ങ അരച്ച് കഴിഞ്ഞു. തേങ്ങ അരച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റ് ആയിരിക്കണം തേങ്ങ അരയ്ക്കുമ്പോൾ. എന്നിട്ട് അതിന് ശേഷം ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള തേങ്ങ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക്. എന്നിട്ട് ഇനി ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പക്ഷേ ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതിയായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ മീനൊക്കെ ഉടഞ്ഞു പോകാൻ സാധ്യത. അപ്പം ജസ്റ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നോക്കുന്ന വേവിച്ചെടുക്കും. എല്ലാം ശരിയായി, പക്ഷെ സാൾട്ട് ഇടാൻ മറന്നുപോയി. അപ്പോൾ കുറച്ച് സാൾട്ടോടെ ഇട്ട് കൊടുക്കണേ. സാൾട്ടോടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അത് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് ചൂടാക്കുക. ആ ഫിഷ് നന്നായിട്ട് കുക്കാവുന്ന പോലെ. പക്ഷെ ഏകദേശം ഒന്ന് വെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് തുറന്നു വെച്ചിട്ട് ആ വെള്ളം എന്തോരം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് എന്തോരമാണ് ഗ്രേവി വേണ്ടതെന്ന് അനുസരിച്ചിട്ട് ആ വെള്ളം പറ്റിച്ചെടുക്കുക. അതാണ് ചെയ്യേണ്ടത്. നമ്മുടെ കിടിലൻ മീൻകറി ഇത് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അതേ ഇതാണ്. അത്യാവശ്യം നല്ല ഗ്രേവിയൊക്കെ ഉണ്ട്. കഴിച്ചാൽ വായി വയ്ക്കാൻ കൊള്ളാമെന്നാണ്. ഞാൻ കഴിച്ചു നോക്കി. വളരെ നല്ല മീൻകറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കുക്കിംഗ് വീഡിയോസ് മാത്രമല്ല ഇടുന്നത്, എൻ്റെ എല്ലാ വീഡിയോസും ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. 2019 നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും നന്ദി. ഇതുപോലെ 2020 ഞാൻ തുടർന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വർഷം കാണാം പുതിയ പുതിയ വീഡിയോസുമായി. ബൈ 2019. വെൽക്കം 2020. ബൈ ഓൾ.